വീണ്ടും ഭാരതാംബ വിവാദം. കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം. സുനിഷ അയല്ലൂർ നമുക്കൊപ്പം. സുനിഷ അയല്ലൂർ, അടിയന്തരാവസ്ഥയുടെ 50 ആണ്ടുകൾ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയാണ്. താൻ പങ്കെടുക്കുന്ന പരിപാടികളിലൊക്കെ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ സെനറ്റ് ഹാളിൽ ഈ പരിപാടിയുടെ സംഘാടനമാരാണ്? സുജിയ, ശ്രീപത്മനാഭ സേവാ സമിതിയുടേതാണ് ഈ പരിപാടി. അതായത് കേരള സർവകലാശാല സെനറ്റ് ഹാളിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഈ പരിപാടി നടക്കുന്ന ഈ വേദിയിലാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഭാരതാംബയുടെ ചിത്രവും അതിന് പൂമാല ഇട്ടുകൊണ്ട് ഒരു ഭാരതാംബയുടെ ചിത്രം ഈ വേദിക്ക് സമീപത്തായി വെച്ചിട്ടുണ്ട്. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിലവിൽ ഇവിടെ ഒരു പ്രശ്നം നിലനിൽക്കുന്നത്. ചിത്രം നീക്കം ചെയ്യണമെന്ന് രജിസ്ട്രാർ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ പരിപാടി തന്നെ റദ്ദു ചെയ്യുമെന്നുള്ളതാണ് രജിസ്ട്രാർ നിലവിൽ അറിയിച്ചിരിക്കുന്നത് എന്നതാണ്. പക്ഷേ രജിസ്ട്രാർ ഈ ചിത്രം നീക്കം ചെയ്യാൻ രജിസ്ട്രാറും പോലീസും ശ്രമിക്കുന്നുണ്ടെങ്കിലും തങ്ങളുടെ പരിപാടിയാണ്, ശ്രീപത്മനാഭ സേവാ സമിതിയുടേതാണ് പരിപാടി. അതുകൊണ്ട് തന്നെ ചിത്രങ്ങൾ മാറ്റാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് ഇത് ഒരുക്കുന്ന ആളുകൾ പറയുന്നു എന്നുള്ളതാണ്. പക്ഷേ ചിത്രം സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രജിസ്ട്രാർ വലിയ രീതിയിൽ ഇപ്പോൾ ഇത് മാറ്റാനുള്ള ആവശ്യം അറിയിക്കുന്നുണ്ട്. പോലീസും ശ്രീപത്മനാഭ സേവാ സമിതി ഈ പരിപാടി നടത്തുന്നതിനായി സെനറ്റ് ഹാൾ എടുക്കുകയായിരുന്നോ? എങ്ങനെയാണ് ഈ പരിപാടി നടത്തുന്നതിനുള്ള അവർക്കുള്ള അനുമതി ലഭിക്കുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നിബന്ധനകളായി രജിസ്ട്രാർ വെക്കാറുണ്ട്? ഈ ചിത്രം അടക്കം ഇപ്പോൾ വിളക്കുണ്ട്, അതോടൊപ്പം തന്നെ ചിത്രവുമുണ്ട്. ഈ രണ്ടും നീക്കേണ്ടി വരുമോ? ഉറപ്പായിട്ടും ഇവർ ആവശ്യപ്പെടുന്നത് അത്തരത്തിൽ തന്നെയാണ്. ഇവിടെ ശ്രീപത്മനാഭ സേവാ സമിതിയുടെ ആളുകളുണ്ട്. ചേട്ടാ, ഇത് മാറ്റണം എന്നുള്ള ആവശ്യമാണ് രജിസ്ട്രാർ അടക്കം പറയുന്നത്. എന്താണ് തീരുമാനം? രജിസ്ട്രാർ അത് പറയുന്നത് ശരിയല്ല. കാരണം നമ്മൾ ഒരു സേവാസമിതിയാണ്. പത്മനാഭസ്വാമിയുടെ സ്ഥലമാണ് ശരിക്കും തിരുവനന്തപുരം. അപ്പോൾ അതിൻ്റെ പേരിലുള്ള ഒരു സേവാസമിതി വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നതാണ്, പല സേവാ പ്രവർത്തനങ്ങളും ചെയ്യുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഒരു വേദിയിൽ ഈ സർവകലാശാലയ്ക്ക് അകത്ത് നടത്തുന്ന ഒരു പരിപാടിയിൽ ഇങ്ങനെ വെക്കാമോ എന്നുള്ളൊരു ചോദ്യമാണ്. അനുമതി മേടിച്ചിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. പത്മനാഭസ്വാമി സേവാസമിതിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അവർ വയ്ക്കുന്ന പരിപാടികളിലൊക്കെ തന്നെ ഭാരതമാതാവിനെ വയ്ക്കുക എന്നുള്ള ശീലങ്ങളുണ്ട്. അത് ഇവിടെ വയ്ക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. പത്മനാഭ സേവാ സമിതി ഈ ഹാള് ഔദ്യോഗിക പരിപാടിയല്ല, സർക്കാരിൻ്റെ പരിപാടിയല്ല. ഇതൊരു പ്രൈവറ്റ് സംഘടന, ഒരു സേവാ സമിതി സംഘടിപ്പിക്കുന്ന പരിപാടിയാണ്. അവരെ സംബന്ധിച്ച് ഭാരതം മാതാവായി കാണുന്ന ആൾക്കാരാണ് എൻ്റെ സംഘാടകയിലെ മിക്കവാറും ആൾക്കാരൊക്കെ. അവർ ഈ നിലയ്ക്ക് ഒരു ഫോട്ടോ വെച്ച് പരിപാടി നടത്തുന്നു എന്നുള്ളൂ. അപ്പോൾ അതിലെന്താ വേറെ തകരാറൊന്നുമില്ലല്ലോ. നിലവിലിപ്പോൾ അങ്ങനെ പരിപാടി നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ രജിസ്ട്രാർ പറയുന്നത്. അപ്പോൾ എങ്ങനെ പരിപാടി നടത്താനുള്ളതാണ് നീക്കം എടുത്തത്? അല്ല, അങ്ങനെ കഴിഞ്ഞാൽ ആ പത്മനാഭൻ എന്നുള്ള പേര് മാറ്റേണ്ടി വരും. കാരണം അത് ഹിന്ദുവായി ബന്ധപ്പെട്ട പേരാണ്, മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയും മതേതരത്വമൊന്നുമില്ല. അപ്പോൾ പത്മനാഭസ്വാമിയെ മാറ്റണം എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത്. മതത്തിൻ്റെ എല്ലാ ചിഹ്നങ്ങളും മാറ്റുകയാണെങ്കിൽ ആദ്യം മാറ്റേണ്ടത് പത്മനാഭൻ എന്നുള്ള പേരാണ്. ഈ നിലവിൽ ഈ ഭാരതമാതാവിൻ്റെ ചിത്രം വെച്ചുകൊണ്ട് തന്നെ പരിപാടി നടത്തുമെന്നുള്ളതാണ്. അങ്ങനെയാണ് തീരുമാനം. അത് അല്ലെങ്കിൽ പരിപാടി വേണ്ട. ഭാരതമാതാവിനെ ഒഴിവാക്കിയിട്ട് പിന്നെ നമ്മളൊക്കെ ഇവിടെ ജീവിച്ചിട്ടെന്ത് കാര്യം? അടിയന്തരാവസ്ഥയുടെ 50 ആണ്ടുകൾ ആണ് അവിടെ നടത്തുന്നത്. അടിയന്തരാവസ്ഥയിൽ പങ്കെടുത്ത അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയുടെ ഈ കിരാതമായിട്ടുള്ള നടപടികൾ നേരിട്ട ആളുകളടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി അവിടെ എത്തിയിട്ടുണ്ടോ? ഇത് രാഷ്ട്രീയമായി തന്നെ ഈ വിഷയത്തിൽ നിലപാടെടുത്തുകൊണ്ട് പോകുന്ന ഒരു സംഘടനയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാമെന്ന് തോന്നുന്നു. സുനിഷ, സുജയ, അത് തന്നെയാണ് നമുക്ക് ഇവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ ഒരു പരിപാടിയിൽ നിന്ന് ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ ഭാരതാംബയുടെ ചിത്രം മാറ്റുകയാണെങ്കിൽ പരിപാടി തന്നെ മാറ്റേണ്ടി വരുമെന്നുള്ളൊരു നിലപാടാണ് ശ്രീപത്മനാഭ സേവാ സമിതി ഇപ്പോൾ ഇവിടെ പറയുന്നത്.